നമസ്കാരം. ഇറാന്റെ തുറമുഖങ്ങൾ ഉപരോധിക്കുന്നതിനായി 12 കപ്പലുകളും 100 വിമാനങ്ങളും 10,000-ലധികം സൈനികരെയും വിന്യസിച്ചതായി വ്യക്തമാക്കിയിരിക്കുകയാണ് US സെൻട്രൽ കമാൻഡ്. ഉപരോധം നിലവിൽ വന്നതിനു ശേഷം ഇതുവരെ 14 കപ്പലുകൾ US നിർദ്ദേശം അനുസരിച്ച് തിരിച്ചുപോയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തടയില്ലെന്നും ഇറാന്റെ തുറമുഖങ്ങളും തീരപ്രദേശങ്ങളും മാത്രമാണ് US സൈന്യം ഉപരോധിക്കുന്നതെന്നും സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിരിക്കുകയാണ്. കരാറിൽ ഒപ്പിടാൻ ഇറാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് US നാവിക ഉപരോധം ഏർപ്പെടുത്തിയത്. ഇറാനുമായുള്ള യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിച്ചേക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നെവാഡയിലെ ലാസ് വെഗാസിൽ നടന്ന ചടങ്ങിലാണ് ഡൊണാൾഡ് ട്രംപ് ഈ പരാമർശം നടത്തിയത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ കൈമാറുമെന്നും ട്രംപ് അവകാശമുന്നയിച്ചു. എന്തായാലും വെടിനിർത്തൽ കരാർ നീട്ടേണ്ട ആവശ്യം വന്നേക്കില്ല എന്നും നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു. പാകിസ്ഥാനിൽ നടന്ന ആദ്യഘട്ട ചർച്ചകൾ ധാരണയാകാതെ അവസാനിച്ചു എങ്കിലും നയതന്ത്ര നീക്കങ്ങൾ നടക്കുകയാണ്. ഇരുപക്ഷവും ഉടൻ തന്നെ രണ്ടാം ഘട്ട ചർച്ചയ്ക്കായി തയ്യാറെടുക്കുകയാണ് എന്നാണ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത്. 10 ദിവസത്തെ വെടിനിർത്തലിന് ലെബനനും ഇസ്രയേലും തമ്മിൽ ധാരണയായിട്ടുണ്ട്. എന്തായാലും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ സംഭാഷണത്തിന് പിന്നാലെയായിരുന്നു പ്രഖ്യാപനം പുറത്തുവന്നത്. ശാശ്വതമായ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ട്രംപ് നടത്തുന്ന ശ്രമങ്ങൾക്ക് ജോസഫ് ഔൺ നന്ദി അറിയിച്ചു. ഇരു നേതാക്കളും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിനു ശേഷം ട്രംപിന്റെ ഓഫീസ് വ്യക്തമാക്കിയതാണ് ഇക്കാര്യം. താൽക്കാലിക വെടിനിർത്തലിന് താൻ സമ്മതിച്ചു എന്നും ഇസ്രയേലിന് ലെബനുമായി ചരിത്രപരമായ കരാർ സൃഷ്ടിക്കാനുള്ള അവസരമാണ് ഇതെന്നാണ് ട്രംപ് വ്യക്തമാക്കിയതും. എന്തായാലും വെടിനിർത്തൽ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതായി ലെബനൻ പ്രധാനമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ വെടിനിർത്തൽ അംഗീകരിച്ചാൽ സഹകരിക്കുമെന്നും ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയില്ലെങ്കിൽ പ്രതിരോധിക്കുമെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വെടിനിർത്തൽ പ്രഖ്യാപനത്തെ യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലെയൻ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സംഘർഷം നിരവധി ജീവനുകൾ അപഹരിച്ചതാണെന്നും വെടിനിർത്തൽ പ്രഖ്യാപനം വലിയ ആശ്വാസമാണെന്നാണ് അവർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ലെബനനിലെ പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയും പൂർണ്ണമായും മാനിക്കണമെന്നും യൂറോപ്പ് തുടർന്നും ആവശ്യപ്പെടുമെന്നും ഗണ്യമായ മാനുഷിക സഹായത്തിലൂടെ ലെബനൻ ജനതയെ തങ്ങൾ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ലെബനിലെ വെടിനിർത്തൽ ഒരു നല്ല ലക്ഷണമായിട്ടാണ് ട്രംപ് വ്യക്തമാക്കുന്നത്.